ആയിക്കോട്ടെ. പൊന്നാനിപ്പയുടെ പുതിയ വീട്ടിലേക്ക് ഏവർക്ക് സ്വാഗതം കേട്ടോ. കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ലോഫ്റ്റ് അപ്ഡേഷനായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഒന്നുമില്ല, ചുമ്മാ നമ്മളെ പ്രാവുകളൊക്കെ ഒന്ന് കാണിക്കാൻ നിങ്ങളൊന്ന് ഈ പുതിയ അപ്ഡേഷൻ ഒന്ന് തരാം. നമ്മൾ ചെക്കന്മാർ കുറച്ച് ആൾക്കാർ പറക്കുന്നുണ്ട്, അതുകൂടെ ഒന്ന് നിങ്ങൾക്ക് കാണിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് വിടുന്നതിൻ്റെ മുന്നേ വീഡിയോ എടുത്താൽ മതി. നമ്മളൊരു 3:30 മണിക്ക് വിട്ടതോ 4:00-ന്, അതിന് ശേഷമാണ് ഇപ്പോഴാണ് 2:00-ന് വിട്ടത്. അല്ല, എറളാടനല്ല, അല്ലല്ല, അത് കൂട്ടം തട്ടിയതാണ്. ഒരെണ്ണം നീളം പോകുന്നുണ്ടോ? ഓക്കെ, കുറച്ച് ചെക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ. നേരെ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ്. അതാണ്, അല്ലാതെ അറിയില്ല കേട്ടോ, അത് പാകിസ്ഥാനല്ല, ആ കുഞ്ഞനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നില്ല, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ നിൽക്കണം, നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരും. പൊന്നാനിപ്പാട് ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചെക്കന്മാർ കുറച്ച് പറക്കുന്നുണ്ട് കേട്ടോ. അഫുവിൻ്റെ പ്രാവുണ്ട്, നമ്മളെ പ്രാവുണ്ട്, നമ്മളൊരു കുഞ്ഞിനെ ചുറ്റിക്കാൻ കയറ്റിയ ആ പ്രാവുണ്ട്. അപ്പോൾ മറ്റൊരു അവിടെ പൊന്തി പറഞ്ഞിരുന്നവർ ഇവരെ കൂടെ കൂടിയേ എന്നാ. ഓക്കെ, ഇതാണ് ആ കൂട്ടുകാർ ഫുള്ള് പറന്നു കൊടുക്കുന്നത്. എന്ത് രസമാണ് കാണാൻ, പറവി കാണാൻ തന്നെ രസമാണ് കേട്ടോ, ഫുള്ളായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളെ കൂട് ഇവിടെ തന്നെ ഉണ്ട്. ബാക്കി ഡീറ്റെയിൽസാണ്. നേരെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ മഴ ഇല്ലാത്തതുകൊണ്ട് കൂടൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്, ഡയറക്റ്റ് ആട്ടോ. ഇതേതന്നെയാണ് പറപ്പിക്കാനാ നോട്ടെ. നമ്മളെ ധാരണയൊക്കെ കുറേ ആയില്ല കണ്ടിട്ട്, കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. ധാര ഫാൻസ്, നമ്മൾ ട്രെയിനർ ഫാൻസ് ഉണ്ട് ഇവിടെ കുറേ ആൾക്കാർ. ഓക്കെ, വിട്ടെടുത്താണ്. അതാ 2 വീണ്ടും കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പറക്കട്ടെ, കൂട്ടത്തോടെ പറക്കട്ടെ. ഓക്കെ, ആകെ കിട്ടുന്ന ഞായറാഴ്ച അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആവട്ടെ. അപ്പോൾ ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ ജോഡിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. എല്ലാവരെയും ജോഡി ചേർക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമ്മളെ സുൽഫിക്ക ധാര. പക്ഷേ ഇതിലൊന്നും പ്രാവില്ല കേട്ടോ. ഇതിൽ ഒരാളിരിക്കുന്നുണ്ട്, ആരാണ്? ഓക്കെ, ഒരാളിതിൽ ചേവലിരിക്കുന്നുണ്ട്, നമ്മളെ രാജമാണിക്ക. ഒറ്റ കണ്ണ് കാണാതെ. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, നമ്മുടെ കിങ് മൈന ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ പൊട്ട് കാണാതെ വെള്ളം ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്താറുണ്ട്. യെസ്, ഇത് നമ്മുടെ ഓൾഡ് ബഡാങ്ക് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊരു പ്രാവ് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അടുത്ത പൊട്ട് കാണിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊരു മൈനുണ്ട്. ഈ മൈന ഇതിൻ്റെ കുഞ്ഞനാട്ടോ, ഇവരെ ഇതിൻ്റെ കുഞ്ഞനാട്ടോ. ഓക്കെ, പിന്നെ ഇപ്പോൾ ഇതിലൊക്കെ നമ്മുടെ സെയിം ആൾക്കാർ തന്നെയാണ്. നമ്മൾ KK ബ്രദേഴ്സ് പൊന്നാനി മൂപ്പരുടെ പ്രാവ് ധരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊരാളുണ്ട്, നമ്മളെ കുഞ്ഞൻ തന്നെ, പാകിസ്ഥാൻ. ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഫുള്ള് നമ്മളെ മെയിലുകൾ ഇരിക്കുന്നുണ്ട്, കണ്ണൂശ്ശേരി ഇരിക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ പാകിസ്ഥാൻ ഇരിക്കുന്നുണ്ട്. പിന്നെ കൊച്ചിത്തെ പ്രാവ്, വെള്ളപ്രാവ്, ഇങ്ങനെ ചപ്പ്. പിന്നെ നമ്മൾക്ക് കർണാനിക്ക് വിരിഞ്ഞത് കേട്ടോ, നമ്മളെ ഇതിനൊക്കെ വിരിഞ്ഞ് തുണ്ടുകോടപ്പിന് എന്താ നമ്മളെ റാംപൂരി ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത റാംപൂരി ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളെ ഒരു പാകിസ്ഥാനി. അതിനെ വിടുന്നുണ്ടോ? പാകിസ്ഥാനെ വിടണ്ട. ഇവരൊക്കെ ഉണ്ട്, എല്ലാവരും ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കാര്യമായിട്ടുള്ള അപ്ഡേഷനൊന്നും ഇല്ല എന്നുള്ളത് സത്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ ജോഡി പൊട്ടിച്ചിട്ടിരിക്കുന്നത്. ജോഡി മിക്കവാറും ഈ ആഴ്ച ജോഡി ചേർക്കും കേട്ടോ. ഓക്കെ, എല്ലാവരെയും ജോഡി ചേർക്കാനുള്ള പ്ലാനിങ് ആണ് ഈ ആഴ്ച. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചേർക്കാനാണ് വിചാരിച്ചത്, പക്ഷേ വേറെ ഇളക്കിയിട്ടില്ല. വേറെ ഇളക്കിയിട്ടാണ് നമ്മൾ ഇനി ജോഡി ചേർക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ നെറ്റ് കെട്ടിയോണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ബേഡുകളൊക്കെ ഫുള്ള് ക്ലീൻ ആയിട്ടാണ് നിൽക്കുന്നത്. അത് അപ്പോൾ ഇതേപോലത്തെ ആദ്യം തന്നെ നമുക്ക് ആലോചിച്ചാൽ മതിയായിരുന്നു ഈ സംഭവം. എന്തായാലും മാഷാ അല്ലാഹ്, അതെന്തായാലും നൈസായിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ആൾക്കാർ ഇതൊക്കെ ചേവലുകളല്ലേ, എല്ലാവരും ചേവലുള്ള കേട്ടോ. ഈ ഇരിക്കുന്നവരൊക്കെ ഇതിൻ്റെ അകത്ത് 2 ആൾക്കാർ. അതിന് വിട്ടു കൊടുക്കടാ, ചിറക്ക് മുറിച്ച് അന്നേ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടവരോ കേട്ടോ. പ്രാവശ്യം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. വരെ ചിറക് കൊടുത്തിട്ട് നമുക്കുണ്ട് ഇതായില്ല.
ഇതിന് ഇവർക്കൊക്കെ ഞാൻ ചിറക് കൊടുത്തതാണ്, ടൂർണമെൻ്റൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചിറക് കൊടുത്തതായിരുന്നു 2 പൊട്ടാപ്പന്മാരെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ടൈം കിട്ടിയില്ല. ഇവന് നല്ല രസമായിട്ട് പറയുന്നതാണ് ടൂർണമെൻറ്റിൽ, അടിപൊളി പറയുമായിരുന്നു. 6-18 6-15 അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇവരാട്ടാ കോഴികൾ. നമ്മൾ കോഴികളെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് പറ്റിയ കൂടൊന്ന് സെറ്റ് ചെയ്യണം. കൂട് സെറ്റ് ചെയ്തിട്ട് വേണം ഇവരൊന്നും കൂടെ നല്ല ഉഷാറാക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കോഴികളെ കൂടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഫുള്ള് കഴിഞ്ഞ പ്രാവശ്യം 2 മറ്റേ കളർ കോഴി വലുതായിട്ടുണ്ടായിരുന്നു, അതിനെ നമ്മൾ വേറൊരാൾക്ക് കൊടുത്ത്. അപ്പോൾ ഇതിപ്പോൾ എഗ്ഗ് ചെയ്യുന്ന കോഴി കേട്ടോ. അപ്പോൾ എഗ്ഗും കൂടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇതാക്കുന്നത്. അല്ല ഇവരുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് നമ്മളെ ഫീമെയിലുകൾ ഫുള്ള് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഫീമെയിലുകളാട്ടോ. നമ്മൾ കറക്റ്റായിട്ട് കണ്ടോട്ട് വെച്ചിട്ടാണ് ഞാൻ ശരിക്കും. ആദ്യത്തെ പാത്രം അടിയിലാണ്, അതിൽ കയറൂല ആ പാത്രം. ഇതിൻ്റെ അകത്ത് പാകിസ്ഥാനി ചെമ്പന്മാർ, എന്താ പറയുക, ബാമ്പൂച്ചി, അവരെല്ലാവരും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തും ഉണ്ട്, അതേപോലെ ഇവിടെയുണ്ട് കുറച്ച്. ഇതിൻ്റെ അകത്ത് നമ്മളെ സദ്യകളും എല്ലാവരും ഉണ്ട് കേട്ടോ. കണ്ടോ, നോക്കിയാൽ എല്ലാവരും നമ്മളപ്പോൾ വേടുകൾ തന്നെ കേട്ടോ. അപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ കൂടൊക്കെ പൊളിച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് ഇതിൻ്റെ നെറ്റ് ഊരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. വേറെ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ ചെക്കന്മാർ ഫുള്ള് പറക്കുന്നുണ്ടായിരുന്നു ഒരു കൂട്ടം. അതിങ്ങനെ ഒരാൾ തൊട്ടേക്ക് പറക്കുന്നു. ഇവിടെ നമ്മളെ ട്രെയിനർ ധാരാണ് ആ പറക്കുന്നത്. എന്താ ബാക്കി ഇതെല്ലാവരും ഇതാ വരുന്നത് കേട്ടോ. ഫുള്ള് ഇതാ പറക്കുന്നു. ഓക്കെ, ഇതാ പറയുന്നു. അതാറ് അതിൻ്റെ മേലെ വലിയ കൂടിൻ്റെ മേലെ ഉണ്ടാവും. ഫുള്ള് ഇതാ പറയും കേട്ടോ. എല്ലാവരും പറന്നുകൊണ്ട് നിൽക്കണം. ഓക്കെ, നൈസ്, മാഷാ അല്ലാ മാഷാ അല്ലാ. ഇതേട്ടാ ഫുള്ള് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ചെക്കന്മാർ 2-3 ആൾക്കാരൊക്കെ ഇരിക്കൽ കഴിഞ്ഞു. അപ്പോൾ ബാക്കി 4 ആൾക്കാരിങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു ഫുഡെങ്കിലും കഴിച്ചില്ലേ. ചെക്കന്മാർ പറക്കുന്നുണ്ട്. ചപ്പ്, പിന്നെ സബ്ജ, ട്രെയിനർ ധാര, പിന്നെ ആരാ വെള്ള. ഓക്കെ, ായിട്ട് റൗണ്ട് അടിക്കുന്നുണ്ട്. സമയം ഇപ്പോൾ ഏതാണ്ട് തന്നെ കുറേ ആയിട്ട് പറഞ്ഞാൽ ശരിയാണ്. അങ്ങനെ നമ്മൾ പറപ്പിക്കലില്ലല്ലോ. കുറേ കാലത്തിന് ശേഷമാണ് നമ്മളൊന്ന് പറപ്പിക്കുന്നത്. ഇന്നൊരു 3:30 മണി സമയത്താണ് വിട്ടെന്നാണ് പറയുന്നത് 4-ത്തിന്. അതിന് ശേഷമാണ് ബാക്കിയൊക്കെ ഓരോന്നിനായി നമ്മൾ കയറ്റി കൊടുത്തത്. അപ്പം 3:30 വിട്ട 2 അതിൽ പറക്കുന്നത്. പിന്നെ അതിൽ ധാര നമ്മൾ ലാസ്റ്റ് വിട്ട് കൊടുത്തതാണ്. അപ്പം കുറേ കാലത്തിന് ശേഷം നമ്മൾ ഈ ടൈമിനൊക്കെ കൊടുത്ത് പറപ്പിക്കുന്നത്. സാധാരണ നമ്മൾ നേരെ വന്ന് വിടൽ കൂട്ടിലാക്കുക പോവുക, അത്രയേ ഉള്ളൂ. ഇരുന്നിട്ടില്ല, ഇങ്ങനെ പറന്നുകൊണ്ട് വെക്കുന്നതാണ്. ഓക്കെ, അടുത്ത ആൾ 4 ആൾ ഇരുന്നിട്ടാ. 4 ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആൾ ഷെഡുമ്മലിരുന്ന് 2 ആൾ ഏരിയയിൽ വന്നിട്ടിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കാക്കയും വന്ന് അത് കൊളാപ്സായി. അപ്പോൾ എല്ലാവരും ഒന്ന് ഇറങ്ങണം. അപ്പോൾ കഴിഞ്ഞു സൺഡേ പരിപാടി. ഇപ്പം ഇറങ്ങിയില്ലേ, ഇറങ്ങിയത് ആ ചപ്പും ആണ് രാവിലെ ഇന്ന് 3:30 വിട്ട് കേട്ടോ. പിന്നെ ആ വെള്ളനെ 3:30 മണിക്ക് വിട്ടതാണ്. പിന്നെ ഇതിനെ നമ്മൾ പിന്നെ വിട്ടെടുത്താണ്. പിന്നെ ധാരനെ അതായിരിക്കുന്ന തിന്നണ ധാരനെ 3:30 വിട്ടതാണ്. എന്നിട്ട് നമ്മളിപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെയൊക്കെ വിടുന്നു കിട്ടവരെ, മാഷാ അല്ലാ. അപ്പോൾ ഒന്ന് ഇളകിക്കഴിഞ്ഞാൽ നല്ല പറക്കൽ പറന്നോളും ആൾക്കാർ.
ട്രെയിനിങ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. നമ്മൾ എന്തായാലും ഒരു ഷെഡ് ഒക്കെ മാറ്റാനുള്ള പ്ലാനിങ്ങാണ് ഇവിടുന്ന്. മിക്കവാറും നമ്മൾ എന്താ പറയുക ബിൽഡിങ് നോക്കുന്നുണ്ട്. നല്ലൊരു ബിൽഡിങ് നമ്മളെ പ്രൈസിന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യട്ടാ. അപ്പോൾ നമുക്ക് ട്രെയിനറൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പയ്യനൊക്കെ വെച്ചിട്ട് ഷെയറാക്കിയിട്ട് അടുത്ത വർഷത്തേക്കില്ലെങ്കിൽ നമുക്കൊരു പ്രൈസിനുള്ള വകുപ്പ് ഉണ്ടാക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പൊന്നാനി തന്നെയാണ് പ്ലാനിങ് വെക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ മേലായതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും കയറ്റാനൊന്നും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ അല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ കൂട്ടുകാരെ കണ്ടല്ലോ, ഇതാണ് സൺഡേ പരിപാടി. അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഒന്ന് എന്താ പറയുക പറപ്പിക്കുന്നത്. അപ്പം അവനക്കും ലീവായിരുന്നു, എനിക്കും ലീവായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3:30 മണിക്ക് 4:00 വിട്ടിട്ട് ഒരു 7 മണിയായിട്ടുണ്ടാവും. 7 മണി വരെ പറപ്പിച്ചു എന്നുള്ളതാണ്. പറവപ്രാവുകളൊക്കെ കുഞ്ഞമ്പ്രായത്തിൽ തന്നെ വെട്ടിയിടുക വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഒരു വയസ്സ് വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറപ്പിക്കണവരെ പറപ്പിച്ചിട്ട് അവരുടെ കഴിവ് പുറത്തെടുപ്പിച്ചിട്ട് വേണം നമ്മൾ ചിറക് വെട്ടാനും കുഞ്ഞം പിടിപ്പിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഈടായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓക്കെ എന്ന് തോന്നുന്നത് അപ്പോഴേക്കപ്പം വേഗം സെയിൽ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ അത് പറപ്പിച്ച് റിസൾട്ട് കിട്ടും എന്നുള്ള ഉറപ്പുള്ളവർക്ക് നമ്മൾ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഇപ്രാവശ്യം കിട്ടിയ 4-5-6 കുഞ്ഞിനേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കുറേ നമ്മൾ സോൾഡ് ചെയ്തു. 10-25 കുഞ്ഞന്മാർ ഈ പ്രാവശ്യം ഉണ്ടായത് ഫുള്ളിനെ സെയിൽ ചെയ്തിട്ടാണ്. അതിൽ നല്ല റിസൾട്ടുകളും വന്നിട്ടുണ്ട്. 13 മണിക്കൂർ 14 മണിക്കൂറൊക്കെ പറപ്പിച്ചിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ റിസൾട്ട്. പാലക്കാട് അതേപോലെ പിന്നെ എവിടെയാണ് തിരുവനന്തപുരത്ത് ഇതേപോലെ 13 പറഞ്ഞിട്ടുണ്ട്, 12:45 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എവിടേക്കോ നല്ല പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ, അതായത് നല്ല പ്രൈസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വലിയ സന്തോഷം കേട്ടോ. നമ്മളെ ബേഡുകൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ പറപ്പിച്ച് കാണുന്നത് തന്നെ വലിയ സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.